സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊക്കെ ഹിന്ദുക്കളെ കണ്ണെടുത്താൽ കണ്ടൂടാ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The soul of royal art, Kairali Jewelers. ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ കോൺഗ്രസിന്റെ ചില PR ടീമുകളുണ്ട്. അവർ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി കാഷായ വേഷമൊക്കെ ധരിച്ച് അമ്പലങ്ങളിൽ ചെന്നിരുന്ന് മണിക്കൂറോളം ദർശനം നടത്തി, അവിടെ ഇരുന്ന് ഭജനയൊക്കെ നടത്തി, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടേക്ക് ധ്യാനം ചെയ്യുന്ന ഓരോ ദൃശ്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ ക്യാമറ ടീം പുറത്തേക്ക് വിടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊരു കുറച്ച് ദിവസത്തേക്ക് മാത്രം, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് മാത്രം ഹിന്ദു വോട്ടുകൾ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതായത് ഹിന്ദുക്കളോട് നമുക്ക് വലിയ സ്നേഹമുണ്ട്, ഹിന്ദുക്കളാണ് നമ്മുടെ എല്ലാം എന്നൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രം രാഹുൽ ഗാന്ധിയും സോണിയൊക്കെ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായതരങ്ങളാണ്. അത് അങ്ങോട്ടുള്ള നോർത്തിലുള്ള ജനങ്ങൾക്ക് അത് കൃത്യമായി തന്നെ അറിയാം, രാഹുൽ ഒരു ഉഡായിപ്പാണ് എന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പോകുന്ന സമയത്ത് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാറില്ല. കേരളത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് എന്തോ ആണ് എന്ന വിചാരത്തിൽ കുറെ എണ്ണം ഈ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ പിറകെ പോയി ചെന്ന് വെറുതെ സമയം കളയുന്നത്. വെറും ഒരു വാഗ്ദാനം തരും, അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പാർട്ടിക്കും അറിയാം, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും അറിയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വാഗ്ദാനം കൊടുത്ത് 10 വോട്ട് കിട്ടിയാൽ അത്രയായി എന്ന നിലയിലാണ് നിൽക്കുന്നത്. നിലവിലിപ്പോൾ അർണവ് ഗോസ്വാമി തന്നെ പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സോണിയയ്ക്ക് ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദൈവങ്ങളെ ഇഷ്ടമില്ല എന്ന് അർണവ് ഗോസ്വാമി തന്നെ പറയുന്നുണ്ട്. പണ്ട് ഈ മുഹമ്മദ് അലി ജിന്ന, അതായത് പാകിസ്ഥാന്റെ പിതാവ്, പാകിസ്ഥാന്റെ ഫൗണ്ടർ, അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മുഹമ്മദ് അലി ജിന്ന, ഈ മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയ ജീവിതം ആദ്യം തുടങ്ങുന്നത് കോൺഗ്രസിലേക്കാണ്. കോൺഗ്രസിൽ നിന്ന് വന്നിട്ടാണ് അദ്ദേഹം പിന്നെ അവിടെ നിന്ന് തെറ്റിപ്പിരിയുന്നു, ഗാന്ധിജിയുടെ ഒക്കെ ചില തീരുമാനങ്ങളിലൊക്കെ അനിഷ്ടം പ്രകടിപ്പിക്കുന്നു. അതിൽ തെറ്റിപ്പിരിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുഹമ്മദ് അലി ജിന്ന വേറൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ആ മുഹമ്മദ് അലി ജിന്നയ്ക്ക് വന്ദേ മാതരം എങ്ങനെയാണോ പാടാതിരിക്കാൻ വേണ്ടി പല പണികളും നോക്കിയത്, അതേ രീതി തന്നെയാണ് സോണിയാഗാന്ധിയും ഇപ്പോൾ അവലംബിക്കുന്നത് എന്നാണ് അർണവ് ഗോസ്വാമി പറയുന്നത്. സോണിയാഗാന്ധിയും ഇപ്പോൾ മുഹമ്മദ് അലി ജിന്നയുടെ ആ പാത പിന്തുടരുന്നുണ്ടെന്നാണ് അർണവ് ഗോസ്വാമി പറയുന്നത്. പണ്ട് ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ഹിന്ദു ദൈവങ്ങളെ സ്തുതിക്കുന്ന വന്ദേ മാതരത്തിന്റെ ഭാഗങ്ങൾ വേണ്ട എന്നായിരുന്നു മുഹമ്മദ് അലി ജിന്ന വാശി പിടിച്ചത്. മുഹമ്മദ് അലി ജിന്നയുടെ സമ്മർദ്ദം കാരണമാണ് അന്ന് വന്ദേ മാതരം നെഹ്റുവും കൂട്ടരും വെട്ടിച്ചുരുക്കിയതെന്നാണ് അർണവ് ഗോസ്വാമി പറയുന്നത്. പക്ഷെ താൻ അന്ന് നെഹ്റുവും കോൺഗ്രസും വെട്ടിച്ചുരുക്കിയത് മാറ്റുമെന്നും പകരം ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദൈവങ്ങളെ വന്ദേ മാതരത്തിൽ തിരിച്ചു കൊണ്ടുവരും എന്നാണ് മോദി പറഞ്ഞത്. എന്നാൽ പണ്ടത്തെ മുഹമ്മദ് അലി ജിന്നയുടെ അതേ നിലപാട് ആവർത്തിക്കുക വഴി സോണിയാഗാന്ധി പഴയ മുഹമ്മദ് അലി ജിന്നയായി മാറിയിരിക്കുകയാണെന്നും അർണവ് ഗോസ്വാമി വാദിക്കുന്നുണ്ട്. മോദി അന്ന് നൽകിയ വാക്ക് ഇവിടെ നരേന്ദ്രമോദി അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്. ഈ ഇപ്പൊ കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേ മാതരം മുഴുവൻ ചരണങ്ങളും പാടണമെന്ന്, മുഴുവൻ ഖണ്ഡികകളും പാടണമെന്ന് നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉത്തരവ് എല്ലാ സംസ്ഥാനങ്ങളും പാലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഓരോ സംസ്ഥാനത്ത് എന്ത് സർക്കാർ പരിപാടി നടന്നാലും അവിടെ ആദ്യം വന്ദേ മാതരം, അതിനുശേഷം ജനഗണമന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ നമ്മളെല്ലാവരും കണ്ടതാണ് ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തുന്നതിന് മുന്നേ വന്ദേ മാതരം ആലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് AICC തന്നെ ഏർപ്പാടാക്കിയ മ്യൂസിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ മ്യൂസിക് ബാൻഡ് വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പക്ഷേ രണ്ടാമത്തെ ചരണം കഴിഞ്ഞ് മൂന്നാമത്തെ ചരണത്തിലേക്ക് എത്തിയപ്പോൾ ഇതെന്താണ്, ആരാണ് ഇത് പാടാനായിട്ടുള്ള അനുവാദം നൽകിയത്, ഇവിടെ ഇതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിരളി പിടിച്ച് നിൽക്കുന്ന സോണിയാഗാന്ധിയെ കണ്ടു. അതോടൊപ്പം തന്നെ ഇതൊന്നും നിർത്തും, നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന രീതിയിലേക്ക് മല്ലികാർജുന ഖാർഗെയും നിൽക്കുന്നൊരവസ്ഥ ഭാരതത്തിലെ 140 കോടി ജനങ്ങൾ തത്സമയമായി വിവിധ മാധ്യമങ്ങളിലൂടെ കണ്ട കാഴ്ചയാണ്.